കൊടുക്കണം. എന്താണത്? മറ്റൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അനസേ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം അലൈഹിം. അനസേ, നീ നിന്റെ കുടുംബത്തിലേക്ക്, നീ നിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ, അനസ് റളിയല്ലാഹു അൻഹു പുതിയൊരു വിവാഹമൊക്കെ കഴിച്ച് ജീവിതം തുടങ്ങാൻ പോവാണ്. അപ്പൊ പറഞ്ഞു കൊടുക്കാണ്, നീ നിന്റെ കുടുംബത്തിലേക്ക് എപ്പോൾ കയറി വരുമ്പോഴും, നീ നിന്റെ വീട്ടിലേക്ക് എപ്പോൾ കയറി വരുമ്പോഴും ഫസല്ലിം അലൈഹിം, അവരോട് സലാം പറയണേ അനസേ. അവരോട് സലാം പറഞ്ഞിട്ട് കയറണം, അല്ലേ? നമ്മളെല്ലാവരോടും സലാം പറയും, പക്ഷേ കെട്ടിയ പെണ്ണുങ്ങളോട് സലാം പറയുന്നത് വളരെ കുറവാണ്, അല്ലേ? ആലോചിച്ച് നോക്കുക നിങ്ങൾ. എല്ലാരോടും നമ്മൾ സലാം പറയും. ഉസ്താദിനെ കാണുമ്പോൾ 1 കിലോമീറ്റർ അപ്പുറം നമ്മൾ സലാം കൊണ്ട് അഭിമുഖീകരിക്കും. മുത്തഅല്ലിമിനെ കാണുമ്പോൾ സലാം പറയും, സുഹൃത്തിനെ കാണുമ്പോൾ സലാം പറയും, എല്ലാരെ കാണുമ്പോഴും സലാം പറയും. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പെണ്ണുങ്ങളെ കാണുമ്പോൾ നമ്മൾ സലാം പറയില്ല, അല്ലേ? ഇദാ ദഖൽത അലാ, സ്ത്രീകൾ ഭർത്താവിനോടും അങ്ങനെ തന്നെ. ഗൾഫിൽ നിന്ന് ഭർത്താവ് വിളിക്കും, എല്ലാ വിവരങ്ങളും ചോദിക്കും, സന്തോഷമൊക്കെ പങ്കുവെക്കും. താങ്ക്സ് ബ്രോ എന്ന് പറഞ്ഞ അവസാനം ഭർത്താവിനെയാണ് സംബോധന ചെയ്യുന്ന പുതിയ രീതിയാണ് അത്ര. അള്ളാഹു കാക്കട്ടെ. എവിടക്ക പോക്കണം, അല്ലേ? അവസാനം ഒരു സലാം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല, സാധ്യമാകുന്നില്ല. അനസേ, നീ നിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ ഫസല്ലിം അലൈഹിം, അവരോട് സലാം പറയണേ അനസേ. ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരുൾപ്പെടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് തീരുമാനിക്കുക, ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ഈ സുന്ദരമായ ആദ്യ രാത്രിയിൽ അല്ലാഹുവിന്റെ തിരുദൂതരെ കൂടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്ന സദസ്സിൽ ഞാൻ പങ്കെടുത്തിട്ട് മുത്തുനബിയെ സ്നേഹിക്കേണ്ടുന്ന അടയാളങ്ങളെ ഞാൻ പരിചയപ്പെട്ടു വന്നിട്ട് ഞാൻ ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ പകർത്തി തുടങ്ങട്ടെ. ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ ഞാൻ പരിശീലനം തുടങ്ങട്ടെ. എന്നിട്ട് നാളെ അള്ളാന്റെ തിരുദൂതൻ അവിടുത്തെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യുമ്പോ ആ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞാനും ഉൾപ്പെടണമെന്ന ചിന്തയോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തയ്യാറാവുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമതായി മുത്തു റസൂൽ അനസ് തങ്ങളോട് പറഞ്ഞു, അനസേ, നീ നിന്റെ കിടപ്പറയിലേക്ക് വരുമ്പോ ഇദാ ജിഇത ഇലാ ഫിറാശിക, നീ നിന്റെ വിരിപ്പിലേക്ക്, നിന്റെ കിടപ്പറയിലേക്ക് വരുമ്പോ ഫലാ തജിഹാ ഇല്ലാ അലാ തഹാറാ, വുളൂ ചെയ്തിട്ടല്ലാതെ നീ കിടപ്പറയിലേക്ക് വരരുതേ അനസേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ? ചെയ്യാത്ത ആളുകളാണ് എല്ലാവരും എന്ന അർത്ഥത്തിനല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ ചിന്തിക്കുക, ആലോചിക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നോക്കൂ, നിങ്ങൾ ഈ സദസ്സില് രാത്രി നമ്മൾ പുറത്തോടെയൊക്കെ സഞ്ചരിച്ച്, നമ്മൾ ജോലിക്ക് പോയി മറ്റു പല കാര്യങ്ങളിലും ഏർപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി, നമ്മൾ വീട്ടിൽ വന്ന് കയറി ഭക്ഷണമൊക്കെ കഴിച്ച് കയ്യും കാലും മുഖവും കഴുകാതെ കിടന്നുറങ്ങുന്ന ആളുകൾ എത്ര പേരുണ്ടാവും?